അപ്പം അങ്ങനെ പുരോചനൻ എന്ന് പറയുന്ന തൻ്റെ മന്ത്രിയെ, വിശ്വസ്തനായ മന്ത്രിയെ ദുര്യോധനൻ വിളിച്ചു വരുത്തി. പുരോചനനാണ് ഞങ്ങളുടെ ഏകരക്ഷ എന്ന് പറഞ്ഞു. ഗർഭൂർക്കയാണ് ഞങ്ങളുടെ ദൈവം എന്ന് നാടോടിക്കാറ്റിൽ പറഞ്ഞതുപോലെ പുരോചനൻ ഒരു കാര്യം ചെയ്യണം. ഞാൻ അതിനെ വിളിപ്പിച്ച് അത് അങ്ങേയറ്റം ഗൂഢമായിരിക്കും വേണം. എന്താ അത് എന്ന് ചോദിച്ചു പുരോചനൻ. അച്ഛൻ്റെ ആജ്ഞപ്രകാരം, ധൃതരാഷ്ട്രർ പറഞ്ഞ പ്രകാരം ഞങ്ങളൊക്കെ ആലോചിച്ചതിൻ്റെ ഫലമായിട്ട് പാണ്ഡവന്മാർ വാരണാവതത്തിലേക്ക് ഉത്സവം കാണാൻ പോയിട്ടുണ്ട്. അവരവിടെ ചെല്ലും മുമ്പ് പുരോചനൻ അവിടെ ചെല്ലുക. ചെന്നിട്ട് ഭംഗിയിൽ ഒരു 4 കെട്ട് പണിയിപ്പിക്കുക, 4 കെട്ട് വരെ പണിയുക. അത് പണിയുന്നത് സാധാരണ പോലെ പണിതാൽ പോരാ. പെട്ടെന്ന് തീ പിടിക്കുന്ന വസ്തുക്കൾ, അരക്ക്, ചെഞ്ചില്യം, നെയ്യ്, അങ്ങനെ പഞ്ഞി, തുണി, ഇതൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് തീ പിടിക്കുന്ന മെറ്റീരിയൽസ്, ഹൈലി ഇൻഫ്ലേമബിൾ മെറ്റീരിയൽസ്, പെട്ടെന്ന് തീ പിടിക്കുന്ന വസ്തുക്കളെ കൊണ്ട് പുരോചനൻ ഒരു 4 കെട്ടായിട്ടൊരു പെര തീർക്കുക. അവിടെ ഒരാൾക്ക് ഒരു സംശയവും തോന്നരുത്. നല്ല കട്ടിൽ, കിടക്ക, വിരിപ്പ്, പീഠങ്ങൾ, അതുപോലെ ഗംഭീരമായിട്ടുള്ള സൗകര്യങ്ങളോടുകൂടി ഒരു 4 കെട്ട് പുരോചനം പണിയുക. പാണ്ഡവന്മാർ കുറച്ച് കാലം അവിടെ താമസിക്കട്ടെ. താമസിച്ച് അവരുടെ വിശ്വാസം കിട്ടി, പുരോചനന് കിട്ടി എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആ പെരയ്ക്ക് തീ വയ്ക്കുക. അതോടുകൂടി പാണ്ഡവന്മാരെ പണി കഴിയും. ഇത് നമ്മൾ രണ്ടാളെ അറിയാവൂ. ഇത് കഴിഞ്ഞ രാജ്യം മുഴുവൻ എൻ്റെ കയ്യിലാണ്. ഈ പറഞ്ഞത് നമ്മൾ രണ്ടാളും അറിഞ്ഞാൽ മതിയെന്ന് ശങ്കരാടി ഈ സന്ദേശത്തിൽ പറയുന്നുണ്ട് ശ്രീനിവാസനോട്. അതുപോലെ അമ്പലത്തിൽ തൊഴാൻ പോകേണ്ടത് പറഞ്ഞപ്പോഴേ താനെങ്ങനെ കൊണ്ട് അമ്പലത്തിൽ പോവുക, പറയണത് ഒന്ന്, പ്രവർത്തിക്കുന്നത് വേറെ ഒന്ന്. ദേവല്യാതെ വിളിച്ചു വിട്ടു കഴിഞ്ഞാൽ അമ്പലത്തിൽ പോയി കാലത്ത് അമ്പലത്തിൽ പോയി തൊഴാൻ താൻ അങ്ങനെ കണ്ടു, ഞാൻ തൊഴാൻ വരാറുണ്ട്. എന്നാലേ ഇത് നമ്മൾ രണ്ടാളും മാത്രം അറിഞ്ഞാൽ മതി. താൻ വേണേ കല്യാണം കഴിച്ചോ. അതുപോലെ ഇത് നമ്മൾ രണ്ടാളും അറിഞ്ഞാൽ മതി. അരക്കില്ലത്തിന് പണി പുറത്തൊരുത്താൻ അറിയരുത്, മൂന്നാമതൊരുത്താൻ അറിയരുത്. ഇല്ല അത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് പുരോചനൻ നേരെ വിട്ടു. എവിടേക്ക്? വാരണാവത്തിൽ പോയി ദുര്യോധനൻ പറഞ്ഞ പ്രകാരം ഒരു അരക്കില്ലം അവിടെ പണി കഴിപ്പിച്ചു. അപ്പോഴേക്കും പാണ്ഡവന്മാരവിടെ എത്തി. അതായത് കുംഭമാസം 8-ാം തീയതി രോഹിണി നക്ഷത്രത്തിൽ അത്ര പാണ്ഡവന്മാരെ ഈ വാരണാവത്തിലെത്തുന്നത്. അവരവിടെ എത്തിയതിന് ശേഷം അവരാദ്യം ചെയ്തത് അവിടുത്തെ പൗരപ്രമുഖന്മാരുടെയൊക്കെ വീടുകളിൽ പോയി അവിടെയുള്ള ആളുകളെ കണ്ടു, പൗരപ്രമുഖന്മാരെ കണ്ടു. പൗരപ്രമുഖന്മാരെയാണല്ലോ നമ്മൾ കാണുള്ളൂ. പൗരപ്രമുഖന്മാരെ കണ്ടു, അവരോട് സമ്പർക്കം പുലർത്തി, സംസാരിച്ചു. അവർക്ക് തൽക്കാലം താമസിക്കാൻ ഒരു വീട് ഖനകൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഒരു 10 ദിവസം അങ്ങനെ കഴിഞ്ഞപ്പോൾ ഖനകൻ അവരെ ദുര്യോധനൻ്റെ ആജ്ഞപ്രകാരം താൻ പണിത വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഇതാ കണ്ടുക, മനോഹരമായിട്ടുള്ളൊരു 4 കെട്ട. ട്രഡീഷണൽ ആർക്കിടെക്ചറാണ്, 4 കെട്ടാണ്. ഭവാന്മാർക്ക് പണിയാൻ വേണ്ടി താമസിക്കാൻ വേണ്ടി തീർത്തിട്ടുള്ളതാണ്. ആ കെട്ടിടത്തിൻ്റെ പേര് ശിവം എന്നാണ്. ശിവം എന്ന് പറഞ്ഞാൽ മംഗളം എന്നർത്ഥം. നന്നായില്ലേ? അരക്കൊണ്ട് ഒരു കെട്ടിടം പണിതിട്ട്, അല്ലെങ്കിൽ തീ പിടിക്കുന്ന വസ്തുക്കളെ കൊണ്ട് ഒരു കെട്ടിടം പണിതിട്ട് അതിന് ശിവം എന്ന് പേരിട്ടു, മംഗളം. ഇവിടെ താമസിക്കാൻ ഇനി എന്തിനാ നമ്മൾ അവിടെ പോയി താമസിക്കുന്നത്? നഗരത്തിൻ്റെ അടുത്താണ് ഇത് പണിയണമെന്ന് ദുര്യോധനൻ പ്രത്യേകം ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. നഗരത്തിൻ്റെ അടുത്ത് വേണം ഈ അരക്കെല്ലാം പണിയാൻ. ഇവിടെ താമസിച്ചോളൂ എന്ന് പറഞ്ഞ പാണ്ഡവന്മാരെ കുന്തിദേവി അടക്കം അവിടെ താമസം തുടങ്ങി. ഗൃഹത്തിൽ പ്രവേശിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ധർമ്മപുത്രൻ യുധിഷ്ഠിരൻ, എടോ ഭീമ, താൻ ഇവിടുത്തെ ഗന്ധം ശ്രദ്ധിച്ചോ? അരക്ക്, നെയ്യ്, എണ്ണ, അങ്ങനെ പെട്ടെന്ന് തീ പിടിക്കുന്ന വസ്തുക്കളുടെ മണം വരുന്നില്ലേ? അപ്പോൾ ഭീമൻ വരുന്നുണ്ട്. ഇത് നമ്മളെ ദഹിപ്പിച്ച് കളയാൻ വേണ്ടി ഹൈലി ഇൻഫ്ലേമബിൾ മെറ്റീരിയൽ കൊണ്ട്, അതായത് പെട്ടെന്ന് തീ പിടിക്കുന്ന അരക്ക്, നെയ്യ്, എണ്ണ, ചെഞ്ചില്യം, അങ്ങനെ എന്തൊക്കെ വസ്തുക്കളുണ്ടോ അതുകളെ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഗൃഹമാണ് ഇത്. ദുര്യോധനൻ്റെ ചര്യ. പക്ഷെ നമ്മളൊരു കാര്യം ചെയ്യണം. ഈ മറ്റേ പുരോചനൻ ദുര്യോധനൻ്റെ മന്ത്രിയാണ്, അവനെ വിശ്വസിക്കാൻ പറ്റില്ല. നമ്മളിവിടെ താമസിക്കണം. നമ്മളിവിടെ താമസിച്ചിട്ട് ഈ പുരോചനന് യാതൊരു സംശയവും കൊടുക്കാത്ത രീതിയിൽ നമ്മളിവിടെ താമസിക്കുക. പകലൊക്കെ നമുക്ക് നായാടാൻ പോകാനോ അവിടെ ഇവിടെ കിടന്ന് നായാട്ടിന് പോവുക, അവിടെ ഇവിടെ കിടന്ന് നടക്കുക. രാത്രിയിൽ നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി ഉറക്കമൊഴിച്ച് തന്നെ കാത്തിരിക്കണം. ഉറക്കം സൂത്രത്തിൽ മതി. ഇവനെന്താ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു സന്ദർഭം വന്നപ്പോൾ വിതുരൻ പറഞ്ഞത് ശരിയായി കണ്ടുക. വിതുരൻ ഞാൻ പോരുമ്പോൾ ചില സൂചനകൾ തന്നിരുന്നു, അതിപ്പോൾ ശരിയായി. അതെ, കാടിനെയും മഞ്ഞിനെയും നശിപ്പിക്കുന്നവന്
അതെ, കാട്ടിലെ ഗുഹകളിൽ താമസിക്കുന്നത് നശിപ്പിക്കാൻ പറ്റില്ല. കാടിനെയും മഞ്ഞിനെയും നശിപ്പിക്കുന്നവന് അഗ്നിയാണ്. ഇപ്പം തീ വയ്ക്കും. അതുകൊണ്ട് നമ്മൾ സൂത്രത്തിൽ ഇവിടെ കഴിയണം. തരം കിട്ടുമ്പോൾ നമുക്ക് ഈ പുരോചനെ വഞ്ചിച്ച് ഇവിടുന്ന് രക്ഷപ്പെടണം. അതുകൊണ്ട് ഭീമ ജാഗ്രതയായിരുന്നോളാൻ ദുര്യോധനൻ ഭീമസേനോടും എല്ലാവരോടും പറഞ്ഞു. അങ്ങനെ അവരത് പ്രകാരം എല്ലാവരും പകല് നായാടാൻ പോവുക. പുരോചനായിട്ട് കളി ചിറി നേരം പോക്ക് പറയുക, വർത്തമാനം പറയുക, തമാശകൾ പറയുക. പുരോചന് യാതൊരു സംശയവും ഇല്ല. അവിടെ അങ്ങനെ രാത്രിയൊക്കെ ഇവർ ഉറക്കൊഴിച്ചിരുന്ന് കാവിൽ ഇരിക്കും. അങ്ങനെ ദിവസങ്ങൾ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഒരാൾ വന്നു. ആ ആളുടെ പേര് ഘനകൻ എന്നാണ്. ഈ ഘനകൻ എന്ന് പറഞ്ഞാൽ വിതുരൻ്റെ വിശ്വസ്തനായിട്ടുള്ള ഒരാളാണ്. വിതുരനാണ് സദാ പാണ്ഡവന്മാരെ എല്ലാ ആപത്തുകളിൽ നിന്നും കാത്തു രക്ഷിച്ച് പോരുന്നത്. അപ്പോൾ വിതുരനറിയാം, വിതുരന് രഹസ്യമായിട്ട് വിവരം കിട്ടിയിട്ടുണ്ട്, പാണ്ഡവന്മാരെ പൊരിക്കാനുള്ള പണിയാണ്. അതെ, അവനെ പൊരിക്കുക എന്ന് പറഞ്ഞാൽ എന്നോട് ഒരാൾ ചോദിച്ചു, പരിപാടി പൊരിക്കല്ലേ? എന്താ അതിൻ്റെ അർത്ഥം? പൊരിക്കേ, അതെ, മത്സ്യം പൊരിക്കുക എന്നൊക്കെ കിട്ടുന്ന മാതിരി പരിപാടി പൊരിക്കല്ലേ? പൊരിക്കുക. പാണ്ഡവന്മാരെ പൊരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണി ദുര്യോധനൻ വിരോചനെ കൊണ്ട് ചെയ്യിച്ചിട്ടുള്ള. അവരെ വാരണാവതത്തിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ള തന്നെ ഈ കത്തിക്കാനാണ് എന്ന് മനസ്സിലായിട്ടുണ്ട് വിതുരന്. അപ്പോൾ അദ്ദേഹം ഒരു ആളെ വിട്ടു. ഘനകൻ എന്നാണ് അയാളുടെ പേര്. അയാൾ അരക്കല്ലത്തിൽ ചെന്നിട്ട്, ആരാ? ഞാൻ ഘനകൻ, വിതുരൻ പറഞ്ഞയച്ചിട്ട് വരിക. വിശ്വസിക്കാൻ വേണ്ടി ഒരു അടയാളവാക്യം വിതുരൻ പറഞ്ഞിട്ടുണ്ട്. വിജയൻ തന്നെയാണ് പറഞ്ഞു. വിജയൻ നാടോടിക്കാറ്റിലുണ്ടല്ലോ, സിഗ്നലൊക്കെ കറക്റ്റായിരുന്നു. സിഗ്നൽ കറക്റ്റായിട്ട് പെട്ടി തുറന്നു നോക്കിയപ്പോൾ ഷെഡിയാ, കാശില്ല. വേറെ ക്യാഷ് ചോദിച്ചു തിലകൻ. സിഗ്നൽസൊക്കെ കറക്റ്റായിരുന്നു സാർ, ഗെറ്റ് ഔട്ട് ആൻഡ് ഗെറ്റ് ലോസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സിഗ്നലൊക്കെ കറക്റ്റാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ വരുന്ന ആൾ ഘനകൻ എന്ന് പറയുന്ന ആൾ വിതുരൻ്റെ അടുത്ത് വരുന്നത് പറയാൻ വേണ്ടി അയാൾ പറഞ്ഞു, നിങ്ങൾ വാരണാവതത്തിലേക്ക് പോരുന്ന സമയത്ത് വിതുരൻ മ്ലേച്ഛ ഭാഷയിലൊരു സന്ദേശം തന്നു, ചില സന്ദേശങ്ങൾ. അതിന് ധർമ്മപുത്രൻ മനസ്സിലായി എന്ന് മറുപടിയും പറഞ്ഞു. ഇപ്പോൾ മനസ്സിലായില്ലേ ഞാൻ അവിടെ നിന്നാണ് വരുന്നത്? ഉവ്വ്, ഞാൻ നിങ്ങൾക്ക് എന്ത് സഹായം ചെയ്യണ്ടേ? നിങ്ങൾക്ക് സഹായം ചെയ്യാനാണ് എന്നെ പറഞ്ഞയച്ചിരിക്കുന്നത്. അപ്പം ഘനക, താ ഒരു കാര്യം ചെയ്യണം. ഇവിടെ നിന്ന് ഒരു തുരങ്ക ഉണ്ടാക്കുക. ഇവിടെ നിന്ന് ഗൃഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് തുരങ്ക ഉണ്ടാക്കി ഞങ്ങൾക്ക് അങ്ങ് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ട രീതിയിൽ ഭൂമിയുടെ ഒരു അണ്ടർഗ്രൗണ്ട് ടണൽ, അതെ, ഒരു അടിപ്പാത എന്ന് പറയാൻ പറ്റില്ല, ഗുഹയാണ്. ഇപ്പം അടിപ്പാതയാണ് മുഴുവൻ. ഇപ്പം എല്ലാ പാതയും അടിപ്പാതയാണ്, എല്ലാ പാതയിലും അടിയാണ്. അതെ, അടി നടക്കുന്ന പാത അടിപ്പാത വെച്ചിട്ട് വേറൊരു അണ്ടർപാസ് അല്ല, അടി നടക്കുന്ന പാത. അപ്പോൾ ഒരു ഗുഹ നിർമ്മിക്കുക. ആ ഗുഹ ഗംഗയുടെ അങ്ങേറ്റത്ത് വരെ ചെല്ലണം, തീരത്ത് വരെ ചെല്ലുന്നവരെ ഒരു ഗുഹ നിർമ്മിക്കുക എന്ന് പറയും. ഇത് ഒരാൾ മറ്റേ പുരോചനൻ ഇതിനെക്കുറിച്ച് ഒരു പറഞ്ഞില്ലേ മണിച്ചിത്രത്താഴില്, ഒരക്ഷരം വേറെ ആൾ അറിയരുത്. അങ്ങനെ ഘനകൻ ഈ ധർമ്മപുത്രനുമായിട്ട് ആലോചിച്ച ശേഷം കുഴിക്കാൻ തുടങ്ങി. ഖനൻ എന്ന് പറഞ്ഞാൽ കുഴിക്കാന്നർത്ഥം. ഇയാളുടെ പേര് തന്നെ ഘനകൻ എന്നാ, കുഴിക്കണവനാ. അവ ഇങ്ങനെ കുഴിക്കാൻ തുടങ്ങി. അപ്പോൾ മറ്റവന് സംശയം തോന്നാൻ പാടില്ലല്ലോ. എന്തായാലും കുഴിച്ച് നമ്മുടെ റോഡിലാണെച്ചാൽ, നമ്മുടെ റോഡ് പോലത്തെ റോഡാച്ചാൽ ഘനകൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അവിടെ നിന്ന് നേരെ കുഴി കൂടെ ഇറങ്ങി രക്ഷപ്പെടാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ റോഡിലൊക്കെ കുഴിയാ, ഘനകൻ ഇല്ലാണ്ട് തന്നെ കുഴിയാ. അപ്പോൾ വാരണാവത്തിലെ റോഡ് അങ്ങനെയാണെങ്കിൽ പിന്നെ ഇപ്പം അതല്ല, ഘനകൻ കുഴിച്ച് വലിയൊരു തുരങ്കുണ്ടാക്കി. ഈ വീടിൻ്റെ അകത്തുണ്ടല്ലോ, അവിടെ നിന്ന് വേണമല്ലോ ഇറങ്ങാൻ. വീടിൻ്റെ അകത്തുള്ള തുരങ്കം ആരും കാണാണ്ട് മൂടിയിട്ടു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ പുരോചനൻ ആ വീടിൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുന്നത് ഇവർ കാണാറുണ്ട് അത്ര. അപ്പോൾ അതൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഈ വന്ന ഘനകൻ പറഞ്ഞത് ഒരു കാര്യം കൂടി പറഞ്ഞു. അവൾ വളരെ സ്പെസിഫിക്കായിട്ട് പറഞ്ഞു, കൃഷ്ണപക്ഷത്തിലെ ചതുർദശിക്ക് ഈ വീടിന് തീ വയ്ക്കും. ഇത് വിതുരൻ പറഞ്ഞു വിട്ടതാ ഘനകനോട്. കൃഷ്ണപക്ഷത്തിലെ ചതുർദശിക്ക് വീടിന് തീ വയ്ക്കും, അതിന് മുമ്പൊക്കെ റെഡിയാക്കി. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞു. അങ്ങനെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഘനകന് മനസ്സിലായി, ഇത്ര പാണ്ഡവന്മാരെ എൻ്റെ വിശ്വസ്തന്മാർ, എന്നെ വിശ്വസിക്കാൻ തുടങ്ങി, എല്ലാവർക്കും യാതൊരു സംശയവും ഇല്ല. എന്നാൽ നീ തീ വയ്ക്കാൻ താമസിക്കണ്ട എന്നപ്പോൾ ഘനൻ്റെ അല്ല, മറ്റേ വിരോചനൻ്റെ മുഖഭാവം കണ്ടപ്പോൾ യുധിഷ്ഠിരന് സംശയം തോന്നി. അവൻ്റെ മുഖം കൂടുതൽ തെളിഞ്ഞു വരുന്നുണ്ട്. നമ്മൾ അവൻ്റെ പാട്ടിലായി എന്നവൻ വിചാരിച്ചു.